ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഒരാൾ ബൈക്കിൽ വരാം, ശർക്കര പോവാം എന്നൊക്കെ പറഞ്ഞിട്ട്. ശർക്കരത്തെ വീഡിയോ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ വീഡിയോ. അങ്ങനെ വന്നു, ഞങ്ങളുടെ ബൈക്കിലാണ് പോകുന്നത്. ആ ശർക്കര ഉരുള്, തൂക്കം ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. ഭയങ്കര തിരക്കാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നാണ് പോയി നല്ല രീതിയിൽ ആ തിരക്ക് എന്താണെന്ന് അനുഭവപ്പെട്ടത് കേട്ടോ. അപ്പം രണ്ട് സ്ഥലത്ത് ഗേറ്റ് ഉണ്ട്. ഒരു സ്ഥലത്ത് ഗേറ്റിൽ തിരക്കാണ് നമ്മൾ ഇപ്പുറത്ത് വന്നത്. അപ്പം ഈ സൈഡിലൂടെ പോയാൽ അപ്പുറത്തെ സൈഡിലൂടെ പോയാൽ അമ്പലത്തിന് അങ്ങോട്ടേ എത്തും. അങ്ങനെ കുറേ നേരം തിരക്കിൽ ഇങ്ങനെ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോഴത്തേക്കും നമ്മൾ ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ. ട്രെയിൻ പോയ ശേഷം നമ്മൾ വീണ്ടും എല്ലാവരും അങ്ങോട്ടത്തേക്കുള്ള യാത്രയാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. എല്ലാവരും അമ്പലത്തിലേക്ക് തന്നെയാണ് കേട്ടോ. വഴിയുടെ മെയിൻ ഗേറ്റിൽ നിന്നുള്ള വഴിയിലുള്ള തന്നെ തിരക്ക് ഇത്രയും തിരക്കാണെങ്കിൽ അകത്ത് എന്തായിരിക്കും എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ പോയത്. പക്ഷേ അകത്ത് കണ്ടിട്ട് ഒരു അമ്പിട്ടാ കിടക്കാത്ത ആളുണ്ട് കേട്ടോ. കൊച്ചുങ്ങളെയും കൊണ്ടൊക്കെ പോകുന്നത് ഭയങ്കര റിസ്ക്കാണ്. എനിക്ക് ഇത്രയും തിരക്കത് കേട്ടുകൊണ്ട് ധ്യാനസ് നമ്മൾ കൊണ്ടുപോകാത്തത്. അല്ലാതെ പറമ്പ് കാര്യങ്ങൾ കാണാൻ നമ്മൾ എല്ലാ വർഷവും പോകാറുണ്ട്. കുട്ടികളുടെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാം പകൽ സമയം ഈ ഒരു കാഴ്ചയിലാണെങ്കിൽ രാത്രിയാകുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മാമൻ കിടന്ന് ഉടക്കാൻ വന്നു. അങ്ങനെ നമ്മൾ പതുക്കെ നൈസിൽ പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പോഴത്തേക്കും അവിടെ തൂക്കം നടന്നുകൊണ്ടിരിക്കുക. രാവിലെ തുടങ്ങിയ തൂക്കമാണ്. ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ 6 മണിയായി. ആ സമയത്തും കഴിഞ്ഞിട്ടില്ല. 200 എത്രയോ തൂക്കമുണ്ട്. 170 ഇത്രയും കണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ വിളിക്കുന്നത് കേട്ടോ കേട്ടോ. അപ്പം ഞാൻ തൂക്കം പണ്ട് കണ്ടിട്ടുണ്ട്. ഷാർക്ക തൂക്കം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല തിരക്കും കാര്യങ്ങളുള്ള ഗരുഡൻ തൂക്കം എന്നല്ലേ അറിയപ്പെടുന്നതിനെ. അപ്പം ഇന്ന് ഈ തൂക്കം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കാണ് ഇവളിവിടെ വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടുമുട്ടി കേട്ടോ. വീഡിയോ എടുക്കല്ലേടി, എന്നെ വൈറലാക്കല്ലേടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്നാലും ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കും വൈറലാക്കുകയും ചെയ്യും. അപ്പോൾ സമയമില്ലടി, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം കണ്ടുമുട്ടിയത് കേട്ടോ. അങ്ങനെ അവൾ ഒരു വഴിക്ക് പോയി, ഞങ്ങൾ വേറൊരു വഴിക്ക് പോയി. കാരണം എല്ലാവരും ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ പരിപാടിയൊന്നും നടക്കത്തില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി കാണുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമല്ലേ എല്ലാവരും വരുന്നത് ഇന്നടെ. അപ്പോൾ 2-3 തൂക്കത്തിൻ്റെ ഇതുണ്ട് കേട്ടോ. ഒന്ന് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഒന്ന് അപ്പുറത്തോട്ട് വരും. അങ്ങനെ അത് കണ്ട് 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 കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ പറമ്പിലേക്ക് നമ്മുടെ കട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഞാൻ ചേട്ടൻ നടന്നു പോയി. അമ്പലത്തിലെ ഫ്രണ്ടാണ് കേട്ടോ. ഭയങ്കര ആൾ നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല, അത്രത്തേക്ക് തിരക്ക് കേട്ടോ. ഞങ്ങൾ പിന്നെ കട കാര്യങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തിരിയാമെന്ന് വിചാരിച്ചിട്ട് പതുക്കെ നൈസിന് ബാക്കിൽ വന്ന് ഈ ഒരു തൂക്കം പോലെ കണ്ടിട്ട് ഞങ്ങൾ തിരിഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ തൂക്കം കാണുമ്പോൾ ഭയങ്കര അനുഗ്രഹമാണെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് ടൈം അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നോക്ക്, ഇഷ്ടംപോലെ കട കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ആയാലും നിന്ന് തീരാനുള്ള സ്ഥലമില്ല. ജസ്റ്റ് ഒരു വീഡിയോ എടുത്തെടുത്തെടുത്തൊക്കെ പോയതേ. വീഡിയോ തന്നെ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയകാല മിഠായികൾ, എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട്. പക്ഷേ കണ്ടോ, ഇത്രയും തിരക്കിനിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തിരിയാൻ പറ്റത്തില്ല. അതും ചൂടും. ഇത്രയും ആൾക്കാരോടൊപ്പം ചൂട്. ഗൂഗിൾ പേകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അതാണ്ട് കയ്യിരിക്കുന്ന പൈസ അതുപോലെ നമ്മളെ കയ്യിൽ തന്നെ ഇരിക്കും കേട്ടോ. ആരും ഒന്നും വാങ്ങിക്കുന്നില്ല. കാരണം ക്യാഷ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അത്രയ്ക്ക് തിരക്ക്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു സംഭവത്തിലോട്ട് എത്തി. ഇത് വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കി നിൽക്കുമ്പോഴത്തേക്കും അവൾ കറങ്ങി തിരിച്ച് വീണ്ടും അവിടെ തന്നെ എത്തിയിട്ടോ. അങ്ങനെ അവൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തന്നു കേട്ടോ. അതൊക്കെ വാങ്ങിച്ച് കഴിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീണ്ടും 2 മിനിറ്റ് യാത്ര അറിഞ്ഞ് വീണ്ടും പറഞ്ഞു പോയി. പിന്നെ കണ്ടില്ല കേട്ടോ. പിന്നെ അവൾ ബസ്സിൽ പെട്ടെന്ന് പോയി. അപ്പോൾ ഫ്രണ്ട് ഗേറ്റ് ഇതാണ് കേട്ടോ. ഇനി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അനീഷേട്ടനും അച്ചുവും കൊച്ചും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് കുറേ നേരം നിന്നിട്ട് നമ്മുടെ എന്താണ് കോളിഫ്ലവർ ഫ്രൈ വാങ്ങി കഴിക്കാണ്ട് എങ്ങനെ പോകും? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടത്തെയാണ് മസ്റ്റ് സാധനം, ട്രൈ ചെയ്യേണ്ട സാധനം. പക്ഷെ അവിടെ കിടക്കുന്ന തിരക്ക് കണ്ടോ. ഏറ്റവും ഫ്രണ്ട് വരെ എത്തിപ്പെടണമെന്നെങ്കിൽ ഇച്ചിരി പാടാണ് കേട്ടോ. ഇന്നെങ്കിൽ ഞാൻ ഇടയിൽ കൂടെ കുത്തിക്കയറ്റിയൊക്കെ ഫ്രണ്ട് വിട്ടിട്ട് പാവപ്പെട്ട ദൂരം മുളകിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ടോ. എന്തായാലും കയറിയിട്ട് നമ്മൾ സാധനം വാങ്ങിച്ചു. ധ്യാനൂസിനോട് 2 പാഴ്സൽ വാങ്ങിച്ച് ഞങ്ങളും വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ പോയി. അവിടെ ഒരു ഓട്ടോ കിടന്നിട്ട്, അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ, വണ്ടി ഇട്ട സ്ഥലത്ത് തന്നെ നിൽക്കുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും. അവിടെ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ അവിടെ പോയി ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കുടിച്ച് ഇതൊക്കെ കഴിച്ചിട്ട് നിന്നപ്പോഴത്തേക്ക് അച്ചുവും മനീഷേട്ടനും കൂടെ വന്നു കേട്ടോ. അപ്പോൾ കൊച്ചിനെ കൊണ്ടുവരുന്നത് ഭയങ്കര പാടല്ലേ, തിരക്കായോണ്ട് വരണോ വേണ്ടപ്പോൾ അവന് പനിയും ചെറിയ പ്രശ്നം കൊണ്ടെന്ന് പറയുന്നത് കേട്ടു. എന്നാലും അവനെ കൊണ്ടുവന്ന് കാണിച്ചിട്ടങ്ങ് പോകാൻ പോകുള്ളൂ. അതൊക്കെ ഒരു സന്തോഷം. ധ്യാനൂസിന് ഞാൻ വേറെ ദിവസം കൊണ്ട് പോകേണ്ടി വരും. അത് കഴിഞ്ഞ് അവർ പറഞ്ഞെന്താ വേറൊരു വഴി കൂടെ കയറി ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ബ്ലോക്ക് ആയിരിക്കും, മെയിൻ വഴി ബ്ലോക്ക് ആയിരിക്കും വെച്ചിട്ട് ഈ വഴി പോയപ്പോൾ അവിടെ വല്ല ബ്ലോക്ക് ആയിരുന്നു. പിന്നെ പെട്ടെന്ന് ഓടിയെത്തി. അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ എത്തി. 8 മണി കഴിഞ്ഞ് 8:30 വീട്ടിൽ എത്തി. ധ്യാനൂസിനെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ 2 വണ്ടിയിൽ വന്നതുകൊണ്ട് 2 വണ്ടി തന്നെ തിരിച്ച് പോവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കല്ലമ്പലത്ത് ഞങ്ങൾ ആലംകുളം എത്തിയപ്പം നിർത്തിയിട്ട് കുറച്ചേരം വെയിറ്റ് ചെയ്ത് ചേട്ടൻ ചിക്കൻ വാങ്ങിക്കൊണ്ടാൻ പോയി രാത്രി കഴിക്കാൻ. അങ്ങനെ അത് കഴിച്ചിട്ട് അല്ലാതെ വാങ്ങിക്കൊണ്ടത് കല്ലമ്പലത്തെത്തിയപ്പോൾ അച്ഛൻ്റെ കൂടെ ബൈക്കിൽ പോകണം കൊണ്ട് പോയി. അങ്ങനെ ഞാനും തൊട്ട് ബാക്കിൽ പോയി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ സേഫ് ആയിട്ടൊക്കെ എത്തി കേട്ടോ. ഞാൻ നോക്കി പോകുന്നുണ്ട്, അപ്പോൾ അതൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.